എല്ലാവർക്കും എൻ്റെ തിരുവോണ വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ തട്ടിക്കൂട്ടി ഒരുക്കിയ ഒരു ചെറിയ അത്തപ്പൂക്കളാണ് നിങ്ങൾ കാണുന്നത്. രാവിലത്തെ അമ്പലത്തിൽ പോക്കൊക്കെ കഴിഞ്ഞ് പുട്ടും കടലക്കറിയും പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ അമ്മ പഴംപൊരി വെച്ചിട്ടുണ്ട്. ഓണത്തിൻ്റെ സ്പെഷ്യലാണ് പഴംപൊരിയൊക്കെ. അപ്പം ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഞങ്ങൾ താമസിച്ചാണ് ചായ കുടിച്ചത്. ഒരു 9:30 ആയി കേട്ടോ. അപ്പോഴേക്കും ഓണത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ചേട്ടൻ്റെ അനിയൻ്റെ കല്യാണം കൂടെയാണ്. അപ്പം വീട്ടിൽ പന്തലൊക്കെ ഇടുവാണ് മുറ്റത്ത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് സദ്യയ്ക്ക് സാമ്പാറിൻ്റെ അവിയലിനുള്ള കഷ്ണങ്ങൾ അരിയാണ്. പിന്നെ സാമ്പാറിനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയമ്മയും പേരക്കുട്ടിയും പിന്നെ ചേച്ചിമാരൊക്കെ വന്നു. അപ്പോൾ മുറ്റത്തിങ്ങനെ പന്തലും ഈ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരം കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെയാണ് എൻ്റെ കളി. അപ്പോഴത്തേക്കും അവൾ എൻ്റെ അടുത്ത് ഓരോരുത്തരുമായിട്ട് അടുക്കുന്നുണ്ട്. പിന്നെ അവളിങ്ങനെ കുട്ടികൾ ഓടിച്ചാടി നടക്കുന്നത്. അവൾക്കും മുറ്റത്തിറങ്ങാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം വീഡിയോയ്ക്ക് വേണ്ടി ഹായ് ഒക്കെ തരികയാണ് കേട്ടോ. അതെ ഇതൊക്കെ ചോറിന് ക്ഷീണിച്ചിരിക്കുക. ഇതാണ് ഓണസദ്യക്കുള്ള വിഭവങ്ങൾ. സാമ്പാർ, അവിയൽ, കൂട്ടുകറി, പപ്പടം, പുളിയിഞ്ചി, മാങ്ങാച്ചാറ് എല്ലാം ഉണ്ട് കേട്ടോ. വെള്ളിയാഴ്ച തിരുവോണമാണെങ്കിൽ ഞായറാഴ്ച സിവിയുടെ കല്യാണമാണ്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പുടവ കൊടുക്കൽ ചടങ്ങുണ്ട്. അപ്പോൾ ഞാനും അമ്മായിയും പിന്നെ കുഞ്ഞോളയിച്ചൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അമ്മയുടെ നാത്തനും മാമനും മക്കളൊക്കെ ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പാലക്കാട് മങ്കരയിലേക്കാണ് പെണ്ണിൻ്റെ വീട്. സാരി അങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ കാറിൽ പോകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം കുമ്പിടിയിൽ നിന്ന് 2.5 മണിക്കൂർ യാത്ര ഉണ്ടെന്ന്. നബിദിനം ആയതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്ക് ആയിപ്പോയി. പിന്നെ അവിടെ എത്തി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 6 മണിയൊക്കെ ആയി. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പുടവ കൊടുത്തിട്ട് അവിടുന്ന് ചായ കുടിച്ചിട്ട് ഒരു കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയപ്പോൾ 9 മണി. ഇതാണ് ഇന്നത്തെ തിരുവോണം.